മനതോടു ഭാവയാമി പാടുമെന്റെ ജീവനാരികൾ മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളെ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഈണങ്ങൾ കൊണ്ട് ഇമ്പമുള്ള ഗാനങ്ങൾ ഒരുക്കി മലയാളി ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ മലയാളികളുടെ സ്വന്തം സംഗീത സംവിധായകനാണ് ശരത്ത്. വളരെ കുറച്ചു ചിത്രങ്ങൾക്ക് വേണ്ടി മാത്രമേ സംഗീതം നൽകുകയും ഗാനം ആലപിക്കുകയും ചെയ്തിട്ടുള്ളൂവെങ്കിലും എണ്ണത്തിലല്ല മൂല്യത്തിലാണ് കാര്യമെന്ന് ശരത്ത് തന്റെ ഗാനങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. തന്റെ ഈണങ്ങൾ എന്നും നിലനിൽക്കുന്നതാണെന്ന് തന്റെ സംഗീതത്തിലൂടെ തെളിയിച്ച ഏക സംഗീത സംവിധായകൻ. കാതിൽ ഇമ്പമുള്ള ഈണങ്ങൾക്കായി രാഗങ്ങളുടെ സങ്കീർണതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ ഭാവം ഒട്ടും ചോർന്നു പോകാതെ രാഗത്തെ പകുത്ത് ശ്രവ്യാനുഭൂതി പകരുന്ന ഗാനങ്ങൾ മലയാളി മണ്ണിൽ പൊഴിച്ച സംഗീത സാമ്രാട്ട് എന്ന വിശേഷണത്തിന് യോഗ്യനായ സംഗീത സംവിധായകൻ ശരത്തോളം വേറെ ആരിലും നമുക്ക് കാണാൻ സാധിക്കില്ല. സ്വന്തമായ ഒരു ശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ശരത്തിന്റെ കോമ്പോസിഷനിൽ കാണാവുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഗാനം കേൾക്കുമ്പോൾ ഇത് ശരത്തിന്റെ സംഗീതമാണെന്ന് മലയാളി മനസ്സിനെ കൊണ്ട് ശരത്ത് പലപ്പോഴും പറയിപ്പിച്ചിരുന്നു. അവിടെയാണ് ശരത്ത് എന്ന സംഗീത സംവിധായകന്റെ വിജയം. പ്രണയവും വിരഹവും കനൽക്കൂടും സന്തോഷവും ഗൃഹാതുരത്ത ഓർമ്മകൾ ഒട്ടും തുളമ്പാതെ തന്റെ സംഗീതത്തിലൂടെ പകർന്നു നൽകിയവൻ. ഓർക്കസ്ട്രേഷനിലും ഈണം ചമയ്ക്കലിലും രാഗത്തിരിവുകളിലും തന്റെ സംഗീതത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ഗാനങ്ങളൊക്കെ തന്നെ എക്കാലവും മലയാളികൾക്ക് സുപരിചിതമാണ്. അദ്ദേഹത്തിന്റെ നക്ഷത്രമെഴി നനയുന്ന ക്ഷണക്കത്തിലെ ആകാശദീപമെന്നും ഉണരുമിടമായോ എന്ന ഗാനം ഒരു മുകിൽ മുത്തായി കമിതാക്കളുടെ മനസ്സിൽ ഇന്നും പെയ്തൊഴിയുന്നു. അതുപോലെ തന്നെ കവർ സ്റ്റോറി എന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരുക്കിയ യാമങ്ങൾ മെല്ലെ ചൊല്ലും എന്ന ഗാനം ശരത്തിലെ സംഗീത സംവിധായകന്റെ ശ്രേഷ്ഠതയെ വിളിച്ചോതുന്നു. അതിസങ്കീർണമെന്ന് തോന്നും വിധമുള്ള ഈണം ചമയ്ക്കലും സംഗീത രചനയും ഈ ഗാനത്തിൻ്റെത് എന്ന് മലയാളികൾ ഇന്നും പറയാതെ പറയുന്നു. രാഗഭാവം ഒട്ടും ചോരാതെ അതിന്റെ പൂർണ്ണ തോതിൽ ഉപയോഗപ്പെടുത്തിയ ഈ ഗാനമാകട്ടെ മലയാളികൾ വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന ഗാനമായി ശരത്തിൻ്റെതായി പുറത്തു വന്ന ചില ഗാനങ്ങളിൽ ഒന്നാണ്. ചിത്രയുടെ ആലാപന മാധുരിയും സംഗീത സംവിധായകന്റെ മനോധർമ്മം പോലെ അടുക്കും ചിട്ടയോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും ഈ ഗാനചാരുതയിൽ മുഴങ്ങി നിൽക്കുന്നു. അതുപോലെ ഒറ്റയാൾ പട്ടാളം എന്ന ചിത്രത്തിനായി അദ്ദേഹം ഈണമിട്ട മായാമഞ്ചലിൽ എന്ന ഗാനം അധികമാരും കേൾക്കാത്തൊരു രാഗത്തിന്റെ ആഴവും പരപ്പും ശ്രുതിഭേദം ഒട്ടും ചോരാതെ നമുക്ക് കാണിച്ചു തരുന്നു. ഈണങ്ങളെ അതിന്റെ രാഗക്കൂട്ടിൽ ഒരു രഹസ്യപ്പുറം ചട്ട ഇട്ട് ഗായകരോട് വേറിട്ടൊരു നാദസ്വരങ്ങൾ ചോർന്നു പോകാതെ ആലപിക്കാൻ എന്നും വാശി പിടിക്കുന്ന ശരത്ത് എന്ന സംഗീത സംവിധായകൻ മലയാളികൾക്ക് ലഭിച്ച ഒരു അതുല്യ സ്വത്താണെന്ന് അദ്ദേഹം വിരൽ തൊട്ട് മണ്ണിൽ വിരിയിച്ച ഗാനങ്ങൾ എന്നും നമുക്ക് തെളിയിച്ചു തരുന്നു. സംഗീതമെന്ന സ്വരരാഗസുതയെ സ്വർഗീയമാണെന്ന് തോന്നിപ്പിക്കും വിധം ഗന്ധർവരിൽ നിന്നും കട്ടെടുത്ത് മണ്ണിൽ പാകിയ സംഗീത സ്വരൂപകൻ, അതാണ് സംവിധായകൻ ശരത്ത് മലയാളികൾക്കെന്നും.